സി ജോസഫ് വിജയും എം കെ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി അവസാനിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അനൂപ്, അല്പസമയം, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, ഒരു 10 മിനിറ്റോളം മാത്രമാണ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ നന്ദി അറിയിക്കുക, പിന്തുണ തേടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദർശനം മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധിക സമയമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഉദയനിധിയാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയെ സ്വീകരിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയത്. മാത്രമല്ല മുൻ മന്ത്രി അൻപിൽ മഹേഷും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനെ കണ്ടു. വളരെ ചുരുങ്ങിയ സമയമാണ് സംസാരിച്ചത്. ഇരുവരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാൾ അണിയിക്കുകയും ചെയ്തു, ബഹുമാനിക്കുകയും ചെയ്തിട്ട് അതിനുശേഷമാണ് എന്തായാലും അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ, വളരെ ചുരുങ്ങിയ ഒരു സമയത്തെ കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത്. എന്തായാലും ഇനിയിപ്പോൾ മാത്രമല്ല, മുതിർന്ന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് TVKയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് തന്നെ ഇപ്പോൾ MDMKയുടെ അധ്യക്ഷനായിട്ടുള്ള വൈക്കോ, നാളെ VCKയുടെ അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവൻ തുടങ്ങിയ ആളുകളെ കാണും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അനൂപ്, പ്രവിത. അതെ, വളരെ ഹ്രസ്വമായ ഒരു സന്ദർശനമായിരുന്നു വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മനസ്സിലാക്കുന്നു. ഇതൊരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറം ഈ മുൻപ് എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർ തുടങ്ങിവെച്ചത് DMK തുടങ്ങിവെച്ച പല പദ്ധതികളുണ്ട്, അതൊക്കെ തുടരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചർച്ചാ വിഷയങ്ങൾ മറ്റെന്തെങ്കിലും ആകാനുള്ളൊരു സാധ്യതയുണ്ടോ, വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? പ്രവിത, എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വളരെ ഒന്ന് അധികം ചർച്ച നടത്തുന്ന കാര്യങ്ങളൊന്നും വലിയ അത്തരത്തിലുള്ള സമയമൊന്നും എടുത്തിട്ടില്ല. അതായത് ഒരു വലിയ കാര്യങ്ങൾ ചർച്ച നടത്തുന്നത് ഒരു സമയമൊന്നും എടുത്തിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയത്തെ ഒരു സന്ദർശനം മാത്രമായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷാൾ അണിയിച്ച് ഉദയനിധി ഒരു പുസ്തകം മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള വളരെ ചെറിയൊരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിൽ തന്നെ നിലവിൽ എന്തായാലും ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ നേരത്തെ മുതൽ തന്നെ എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും TVK മന്ത്രിസഭയ്ക്ക്, സർക്കാരിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല. 6 മാസം ഞങ്ങൾ നിരീക്ഷിക്കും, അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്, തങ്ങൾ തുടങ്ങി വെച്ച കുറെ ക്ഷേമ പദ്ധതികളുണ്ട്, അത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം തനിക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന TVK സർക്കാരിനോടുണ്ട് എന്നും എന്തായാലും എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു. പക്ഷേ വിശദമായ ഒരു ചർച്ചയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. വന്നു, കണ്ടു, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാൾ അണിയിച്ചു. മറ്റ് സഖ്യകക്ഷികളെയോ നേതാക്കളെയോ മുതിർന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയോ മുഖ്യമന്ത്രി കാണുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇനിയിപ്പോൾ ഇന്ന് തന്നെ MDMKയുടെ നേതാവായിട്ടുള്ള വൈക്കോയെ ഇന്ന് തന്നെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 3:30 മണിയോടുകൂടി 4 മണിയോടുകൂടി കാണുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിനുശേഷം നാളെ പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന VCKയുടെ അധ്യക്ഷനായിട്ടുള്ള തോൾ തിരുമാവലവനെ കാണും. ഇന്നലെ ദ്രാവിഡ കഴകത്തിന്റെ, അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും മുതിർന്ന ദ്രാവിഡ നേതാവാണ് വീരമണി. അദ്ദേഹത്തെ പോയി ഇന്നലെ കണ്ടിരുന്നു വിജയ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ദ്രാവിഡ കഴകത്തിന്റെ നേതാവായിട്ടുള്ള വീരമണിയെ അദ്ദേഹം പോയി കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ പരമാവധി തമിഴ്നാടിന്റെ ദ്രവീഡിയൻ സ്റ്റോക്കിലും അല്ലെങ്കിൽ മറ്റ് തരത്തിലുമുള്ള നേതാക്കളെയൊക്കെ നേരിട്ട് പോയി കാണുക, അവരുടെ ആശീർവാദം വാങ്ങുക, അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ തകൃതിയായി നടക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ എം കെ സ്റ്റാലിനെ വിജയ് കണ്ട ദൃശ്യങ്ങളാണ്. ഉദയനിധി സ്റ്റാലിൻ ഉണ്ടായിരുന്നു, എം കെ സ്റ്റാലിൻ ഉണ്ടായിരുന്നു, അവരെ കാണുന്നു. അവർ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു. തിരിച്ച് എം കെ സ്റ്റാലിന് വിജയ് ഷോൾ അണിയിക്കുന്നു. അത്തരത്തിൽ ഒരു നിർണായകമായ കൂടിക്കാഴ്ച, പക്ഷേ അധിക സമയം നീണ്ടു നിന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.